പോകുന്ന 3 സാധാരണക്കാർ. അവരൊരുമിച്ചാണ് ഉറങ്ങുന്നത്, ഒരു റൂമിലാണ് താമസം. ഒരു ദിവസത്തെ അവരുടെ ശരാശരി വേതനം അല്ല, അവരുടെ ലാഭം 1 ദിർഹമോ 2 ദിർഹമോ ആണ്. അന്നൊരു ദിവസം ഇവരൊരുമിച്ച് റൂമിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ്. മുഹമ്മദ് ബിൻ അബി ആമിർ അദ്ദേഹം കൂട്ടുകാരനോട് ചോദിച്ചു, 2 പേരോടും ചോദിച്ചു, നമുക്കൊന്ന് ജീവിതത്തിന്റെ ആഗ്രഹങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നിനക്ക് എന്ത് കിട്ടാനാണ് ആഗ്രഹം? ഒരാൾ പറഞ്ഞു, എനിക്ക് ഈ 1 കഴുതയെ കൊണ്ട് ജോലി എടുപ്പിച്ച് 1-2 ദിർഹം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു 5 കഴുതയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു 10 ദിർഹമെങ്കിലും ഡെയിലി വരുമാനം ഉണ്ടാകുമല്ലോ. അടുത്ത ആളോട് ചോദിച്ചു, നിനക്കോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവിടെ ടൗണിൽ, സ്പെയിനിന്റെ ഈ ടൗണിൽ ഒരു കച്ചവട സ്ഥാപനം, ഒരു ഷോപ്പ്, ഒരു പീഡിക റൂം വേണം. എന്നാ പിന്നെ ഈ കഴുതയും വലിച്ചു നടക്കണ്ടല്ലോ, നല്ലൊരു വരുമാനമായില്ലേ. ഇത് പറഞ്ഞപ്പോ മുഹമ്മദ് ബിൻ അബി ആമിർ മിണ്ടാണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു കഴുതയെ പണിയെടുപ്പിക്കുന്ന ഒരു സാധാരണക്കാരൻ. ഇവര് ചോദിച്ചു, അല്ല നിന്റെ ആഗ്രഹം എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്തിന്റെ ഖലീഫയാകണം, എനിക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാവണം. ഒരു കഴുത മാത്രമുള്ള നീ എങ്ങനെയാണോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാവുക? ഞാൻ പറഞ്ഞു, ഞാനിത് പരിശ്രമിക്കാൻ പോവാ. നാളെ മുതൽ ഞാൻ എന്റെ കഴുതയെ വിൽക്കുന്നു, ഞാൻ പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുകയാണ്, എനിക്ക് രാജാവാകണം. ഒരു പറഞ്ഞു, പൊന്നു സഹോദര, ആകെ 1 ദിർഹമോ 2 ദിർഹമോ കിട്ടുന്ന വരുമാനം പോലും നീ കളഞ്ഞു കുളിക്കല്ലേ. ആകെയുള്ള വരുമാനമാണ് ഈ കഴുത, അതിന് നീ വിറ്റാൽ നിനക്ക് എന്ത് കിട്ടും? ഞാൻ പറഞ്ഞു, ഞാൻ ഖലീഫയാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം ചോദ്യം ചോദിച്ചു, ഞാൻ ഖലീഫയായാൽ നിനക്ക് എന്ത് വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഒരു കൂട്ടുകാരൻ പറ്റ സാധുവാണ്. അത് പറഞ്ഞു, നീ ഖലീഫയാണെങ്കിൽ എനിക്കൊരു കൊട്ടാരം തരണം, 4 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് മഹറും തരണം. പിന്നെ പറഞ്ഞു, പിന്നെ ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഒരു വലിയ തോട്ടവും വേണം, ഒരു ഗാർഡനൊക്കെ ഉള്ള. വേറെന്തെങ്കിലും? അത് മതി, അത്ര മതി. വേറെന്തെങ്കിലും വേണോ? അത് മതി. അടുത്ത ആളോട് ചോദിച്ചു, ഞാൻ ഖലീഫയായാൽ നിനക്കെന്ത് വേണം? ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയണം, നിനക്കെന്ത് വേണം? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളത്, നീ എങ്ങാനും ഈ രാജ്യത്തിന്റെ, സ്പെയിനിന്റെ ഖലീഫയായി മാറുകയാണെങ്കിൽ ഒരു കഴുതപ്പുറത്ത് എന്നെ മലർത്തിക്കിടത്തി, എന്റെ മുഖം കറുപ്പ് പെയിന്റ് അടിച്ച് എന്നെ കഴുതപ്പുറത്തൊന്ന് പിടിച്ച് കെട്ടിയിട്ട്, ദാ നുണ പറയുന്നവൻ കടന്നു പോകുന്നു എന്ന് എന്നെ പറ്റി നീ അങ്ങാടിയിലൊക്കെ പറഞ്ഞു നടന്നോളൂണ്ടു. അയാൾ ഒരിക്കലും സംഭവിക്കൂലെന്നാ വിചാരിച്ചത്. സംഭവിച്ചത്, ഒരു കഴുത സവാരിയിൽ നിന്നും ഖിലാഫത്തിന്റെ കസേരയിലേക്ക് കയറിയിരിക്കുകയാണ് മുഹമ്മദ് ബിൻ അബി ആമിർ. സ്പെയിനിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് ബിൻ അബി ആമിറിന്റെ ഭരണകാലം അദ്ദൗലത്തുൽ ആമിരിയ എന്നാണ് അറിയപ്പെടുക. ആമിരി കാലഘട്ടം. അദ്ദേഹം തന്റെ കഴുതയെ പിറ്റേന്ന് വിൽക്കുകയാണ് ഉണ്ടായത്. അപ്പൊ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ആശങ്കപ്പെട്ടു. അന്ന് പോലീസിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് യൂണിഫോം ഒന്നും പോലീസുകാർക്ക് ഫ്രീ കിട്ടൂല, ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണം. അദ്ദേഹം ഒരു യൂണിഫോം ഒക്കെ സംഘടിപ്പിച്ചു. പോലീസുകാരന്ന് ഉപയോഗിക്കുന്ന ഏതാനും ചില ആയുധങ്ങളും സംഘടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പോലീസിലേക്ക് ജോലിക്ക് കയറി. നല്ല മിടുക്കനാണ്. തന്റെ കൂടെയുള്ള ആളുകൾ എത്രയധികം നമ്മുടെ മനക്കരുത്തിനെ താഴ്ത്തിക്കെട്ടിയാലും ഞാൻ മുന്നോട്ടു പോകും എന്ന ഉയർന്ന ചിന്തയുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഇഖ്റ എന്ന വാക്കിൽ നിന്നാണ് 6236 ആയത്തുകളിലായി, ലക്ഷക്കണക്കിന് വചനങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചത്. അതിന്റെ തുടക്കം ഇഖ്റ എന്ന് മാത്രമാണ്. ഇസ്ലാമിന്റെ ആരംഭം കഷ്ടപ്പാടിന്റെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന മക്കയിലെ ധീരനായ യോദ്ധാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ വേണ്ടി വന്നപ്പോ അത്ഭുതകരമായി സുറാഖയുടെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയും
3 തവണ സുറാഖയെ ഭൂമി വിഴുങ്ങുമോ എന്ന് സുറാഖ ഭയപ്പെട്ട നേരത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇടപെടൽ കാരണം അയാൾ രക്ഷപ്പെടുകയും മുസ്ലിമാവാൻ തയ്യാറാവുകയും ചെയ്ത് നബി തങ്ങളോട് വാക്ക് പറഞ്ഞു പോകുമ്പോൾ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ വ ഖൈസർ. സുറാഖ കിസ്റ കൈസറിന്റെ കൊട്ടാരങ്ങൾ ഇസ്ലാമിന്റെ വരുതിയിലേക്ക് വരികയും ആ രാജാക്കന്മാരുടെ ആഭരണങ്ങൾ സുറാഖ നിങ്ങളുടെ കൈകളിൽ അണിയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാകും സുറാഖ എന്ന് നിബിതങ്ങൾ ചോദിക്കുന്നത്. സ്വന്തം ശരീരവുമായി നിബിതങ്ങൾ രക്ഷപ്പെട്ടു ഓടുമ്പോഴാണ് 2 സാമ്രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് വരുമെന്ന് പറയുന്നത്. ഒരു മുഅ്മിനിന് പ്രതീക്ഷ വേണം, ഉന്നതങ്ങളിലേക്ക് നോക്കണം. उक़ाबी रूह जब पैदा होती है जवानों में नजर आती है उनको अपनी मंजिल आसमानों में. നമ്മുടെ ലക്ഷ്യങ്ങൾ അനന്തമായ വിഹായസിലേക്ക് എത്തി നോക്കാൻ കഴിയണം. സുറയ്യ നക്ഷത്രത്തിലേക്ക് നോക്കാൻ കഴിയണം. അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ, ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ നബി തങ്ങളുടെ സ്വഹാബിമാർക്ക് പൊട്ടിച്ചെടുക്കാൻ കഴിയാത്ത വലിയൊരു പാറക്കല്ല് അവര് പലവരും ശ്രമിച്ചിട്ടും പൊട്ടിച്ചെടുക്കാൻ കഴിയാതെ വന്ന് ലോകത്തിന്റെ ഗുരുവിനോട് വന്ന് പറയുന്നു, നബിയെ ഞങ്ങൾക്ക് പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ആ പാറ ഹബീബായ നബി തങ്ങൾ ചെറിയൊരു ഹാമർ എടുത്ത് വളരെ ഭദ്രമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ആ പാറയിലൊന്ന് കൊട്ടിയപ്പോഴാണ് അസ്ബഹത് കസീബർ റംലി, ഒരു മണൽക്കൂന പോലെ അത് മാറിയത്. ആ 3 തവണ ഹബീബ് തങ്ങൾ കൊട്ടുമ്പോഴും അതിൽ നിന്ന് മിന്നൽ പിണർ വന്നിട്ടുണ്ട്. സ്വഹാബിമാര് ചോദിച്ചു, നബിയേ ഈ പാറക്കഷ്ണത്തിൽ അങ്ങ് മെല്ലെ ഒന്ന് തൊട്ടപ്പോൾ ഇത് പൊടിപൊടിയായി മാറിയ അത്ഭുതത്തിനപ്പുറം അങ്ങയുടെ ഓരോ കൊട്ടലിലും ഒരു മിന്നൽ പിണർ ഞങ്ങൾ കാണുകയുണ്ടായി. തങ്ങൾ ചോദിച്ചു, നിങ്ങളത് കണ്ടോ? ഞങ്ങൾ കണ്ടു നബിയേ. ഒന്നാമത്തെ ആ മിന്നൽ പിണറിൽ യമൻ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ അല്ലാഹു എനിക്ക് കാണിക്കുകയും, രണ്ടാമത്തേതിൽ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരവും, മൂന്നാമത്തേതിൽ റോമൻ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ഈ 3 സംസ്കാരങ്ങളുടെ ആസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്നാണ് ഇതിന്റെ സൂചനയെന്ന് 20 വർഷങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളംബരം ചെയ്യുന്നത് ഹബീബിനെ ആക്രമിക്കാൻ വരുന്ന, മദീനയെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ ഒരു കിടങ്ങ് കുഴിച്ച് സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി നബിയും സ്വഹാബിമാരും കിടങ്ങ് കുഴിക്കുന്ന അവസ്ഥയിലാണ് ലോക സാമ്രാജ്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറയുന്നത്. മുഅ്മിൻ പ്രതീക്ഷയിൽ ജീവിക്കണം എന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ആ പ്രതീക്ഷ എങ്ങാനും നടന്നില്ലെങ്കിൽ എന്താണ്, അത്രയും കാലം ഒരു പ്രതീക്ഷയിൽ ജീവിച്ചല്ലോ എന്നെങ്കിലുമായില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ സംബന്ധിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, സ്വഹാബികളെ, അൻതും ഖൈറു അഹ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ഉന്നതരായ ആളുകൾ നിങ്ങളായിരിക്കും. അവിടുന്ന് പറയുമായിരുന്നു, അൽ ഖൈറു ഫിയ വഫി ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നന്മയായ നന്മയെല്ലാം എന്നിലും എൻ്റെ അനുയായികളിലുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അനുയായികൾ ലോകത്ത് സംസ്കാരങ്ങളുടെ, കണ്ടുപിടുത്തങ്ങളുടെ, വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക മണ്ഡലങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടവരാണ് മുസ്ലിമീങ്ങളായ ആളുകൾ. നമ്മൾ ഭക്ഷണവും അന്നവും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരല്ല, വിജ്ഞാനം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവർ. അതുകൊണ്ടാണ് ഈ സമുദായത്തോട് അല്ലാഹു ആദ്യമായി ആഹ്വാനം ചെയ്യുന്നത്, ഇഖ്റ, നിങ്ങൾ വായിക്കണേ, വായിക്കണേ, പ്രപഞ്ചത്തെ വായിക്കണേ, പ്രപഞ്ചം വായിക്കണം. എന്ത് വായിക്കണം എന്നവിടെ പറഞ്ഞിട്ടില്ല. ഇഖ്റ വായിക്കണം,
ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ച ആ സൃഷ്ടിച്ചവനായ അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കണം. വായിക്കപ്പെടേണ്ടതെല്ലാം, വായിക്കാവുന്നതെല്ലാം നിങ്ങൾ വായിക്കണേ. എഴുതണം, വായിക്കണം. ഇതല്ലേ ആദ്യമായി അല്ലാഹു നമ്മളോട് പറയുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായിക്കപ്പെടുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതാണ്, ഓതപ്പെടുന്നതാണ്, വായിക്കപ്പെടുന്നതാണ്. മുഹമ്മദ് ഇബ്നു അബി ആമിർ പോലീസുകാരനായി മാറുകയും ആ സമയത്ത് സ്പെയിനിന്റെ ഭരണാധികാരി ഖലീഫ മരണപ്പെടുകയും ചെയ്യുന്നു. അയാൾക്ക് 10 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണുള്ളത്. 10 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ. ആ മകന് ഒറ്റയ്ക്ക് ഭരണം നടത്താൻ കഴിയില്ല. 10 വയസ്സായ മകന് ഒറ്റയ്ക്ക് ഭരണം നടത്താൻ കഴിയില്ല. അന്നേരം ആ മകന്റെ ഉമ്മ മകന് സഹായികളായി പ്രഗത്ഭരായ 3 പോലീസുകാരെ നിയമിക്കുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് എന്ന് വേണം പറയാൻ. മുഹമ്മദ് ഇബ്നു അബി ആമിറും അയാളുടെ കൂട്ടുകാരനായ ഇബ്നു അബി ഗാലിബും അതുപോലെ തന്നെ ഇബ്നു തുമൈഹും 3 പേരും 3 പോലീസുകാർ. ജൂനിയറായ, പ്രായം വളരെ കുറഞ്ഞ 10 വയസ്സ് മാത്രം പ്രായമുള്ള സ്പെയിനിന്റെ മരിച്ചുപോയ ഭരണാധികാരിയുടെ മകന് താങ്ങും തണലുമായി ഉപദേശകരായി നിയമിക്കപ്പെടുന്നു. ഇബ്നു തുമൈഹ് തന്റെ കൂടെയുള്ള പോലീസുകാരൻ അയാളുടെ ദുർനടപ്പ് കാരണം മുഹമ്മദ് ഇബ്നു അബി ആമിർ ആ ഉമ്മയെ അറിയിക്കുകയും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തപ്പോ ഇനി 2 ആള് മാത്രമാണുള്ളത്, മുഹമ്മദ് ഇബ്നു അബി ആമിറും തന്റെ കൂട്ടുകാരനായ ഇബ്നു അബി ഗാലിബ്. ഇബ്നു അബി ഗാലിബിനാണെങ്കിലോ നല്ലൊരു മോളുണ്ട്. ആ മോളെ തന്റെ മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുകയും ചെയ്ത് കുടുംബ ബന്ധം സ്ഥാപിച്ചു. പിന്നെ ആ കുട്ടിയുടെ കൈകാര്യകർത്താവ് മുഹമ്മദ് ഇബ്നു അബി ആമിറാണ്. ആ കുട്ടി എവിടെ പോകണമെന്ന്, ആർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് മുഹമ്മദ് ഇബ്നു അബി ആമിർ. ഈ സംഭവം നടക്കാൻ 30 വർഷമെടുത്തു. തന്റെ കഴുത വിറ്റിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ കുഞ്ഞിന്റെ കൂടെ വീണ്ടും ഒരു 10 വർഷം, അങ്ങനെ 40 വർഷമായപ്പോൾ ഭരണം നടത്തുന്നത് കുഞ്ഞല്ല, ഭരണം നടത്തുന്നത് മുഹമ്മദ് ഇബ്നു അബി ആമിറാണ്. സൈന്യം അയക്കുന്നത് അയാളാണ്. സ്പെയിനിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത് മുഹമ്മദ് ഇബ്നു അബി ആമിർ. അങ്ങനെ മുഹമ്മദ് ഇബ്നു അബി ആമിറാണ് ഫലത്തിൽ ഖലീഫ. ഖലീഫ നാമത്തിൽ ചെറിയ ചെറുപ്പക്കാരനാണെങ്കിലും ഭരണം നടത്തിയത് മുഹമ്മദ് ഇബ്നു അബി ആമിറാണ്. അതുകൊണ്ടാണ് സ്പെയിനിന്റെ ചരിത്രത്തിൽ ആമിരി ഭരണകാലം എന്ന് കേൾക്കാൻ കഴിയും. അദ്ദൗലത്തുൽ ആമിരിയ, അത് മുഹമ്മദ് ഇബ്നു അബി ആമിറിന്റെ കാലമാണ്. 40 കൊല്ലം കഴിഞ്ഞപ്പോ തന്റെ പഴയ 2 കൂട്ടുകാരെ, കഴുതപ്പണി ചെയ്തിരുന്ന 2 കൂട്ടുകാരെ ഓർമ്മ വന്നു. അങ്ങാടിയിൽ ചെന്ന് വിളംബരം ചെയ്തു, ഇന്നാലിന്റെ വിശേഷണങ്ങളുള്ള 2 പേര് എന്റെ കൊട്ടാരത്തിലേക്ക് വരണം. അപ്പൊ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആൾക്കാർക്ക് മനസ്സിലായി. 2 പേരും വന്നു. ഓർമ്മണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മണ്ട്. അന്ന് ഞാൻ ഖലീഫയാകുന്ന പറഞ്ഞപ്പോ കളിയാക്കിയത് ഓർമ്മണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ ഖലീഫയായാൽ എന്ത് വേണമെന്ന് ചോദിച്ചല്ലോ. എന്താ നിങ്ങൾ മറുപടി പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഒരാളോട് പറഞ്ഞു ഓർമ്മയുണ്ട്, എനിക്ക് 4 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനുള്ള മഹർ വേണം. ഓക്കെ, പിന്നെ നീ ചോദിച്ചു, പിന്നെ നീ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത്, എനിക്കൊരു കൊട്ടാരം, അതിന്റെ മുമ്പിൽ തോട്ടങ്ങളൊക്കെ ഉള്ള നല്ല മനോഹരമായൊരു കൊട്ടാരം, പാലസ് വിത്ത് ഗാർഡൻ. അപ്പോ ഇത് ഈ സ്വർണ്ണ നാണയങ്ങൾ നിനക്ക് മഹർ കൊടുക്കാനുള്ള നിന്റെ വിവാഹത്തിന് ആവശ്യമായതാണ്. പിന്നെ കൊട്ടാരത്തിന്റെ കീയും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ വളരെ മനോഹരമായ ഒരു മലർവാടിയുള്ള ഒരു കൊട്ടാരം നിനക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു, അതിലേറെ നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു. അടുത്ത ആളോട് ഓർമ്മയുണ്ടോ? പറഞ്ഞു, പൊന്നു ചങ്ങാതി എന്നെ നാണം കെടുത്തല്ലേ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, ഒന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. എന്നെ ഒരു കഴുതപ്പുറത്ത് മലർത്തി കിടത്തി, എന്റെ മുഖത്ത് കറുപ്പ് പെയിന്റ് അടിച്ച്, ദാ കള്ളൻ നുണ പറയുന്നവൻ എന്ന് പറഞ്ഞ് അങ്ങാടിയിലൂടെ വെച്ചെന്ന് നടത്തിയേക്കണം, എന്നാ പിന്നെ ഞാനത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ കൂട്ടുകാരനെ കഴുതപ്പുറത്ത് കെട്ടിവെച്ച് കൊണ്ടു നടന്നു സ്പെയിനിന്റെ അങ്ങാടിയിൽ. ഇത് മുഹമ്മദ് ഇബ്നു ആമിർ ചെയ്തത് വരും കാലങ്ങളിൽ വരുന്ന ആളുകൾക്ക് പ്രതീക്ഷകൾക്ക് വകവെക്കാനാണ്. അവരുടെ സ്വപ്നങ്ങൾ പൂവണിയണം, പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായി മാറണം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവണം. നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നതങ്ങളിലേക്ക് നോക്കണം.
നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ചിന്തിക്കണം. വിദ്യാഭ്യാസം എവിടെയെങ്കിലും ഒരു ഗ്രാജുവേഷനിൽ അവസാനിപ്പിക്കാതെ മുന്നോട്ടുള്ള യാത്രയിൽ കുതിച്ചു പോകണം. ഒരിക്കലും പിന്നോട്ട് നോക്കരുത്. മുന്നോട്ടുള്ള വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു മനസ്സുമായി ഈ ഉമ്മത്ത് ജീവിക്കണമെന്ന് 1000 തവണ വിളിച്ചു പറയാനാണ് മുഹമ്മദ് ഇബ്നു നബി ആമിർ എന്ന ഖലീഫ തന്റെ കൂട്ടുകാരുടെ വാക്കുകൾ അങ്ങനെ പാലിച്ചു.